ഹലോ, നമ്മുടെ ക്യൂബർനെറ്റ് സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണെന്ന് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ക്യൂബർനെറ്റ്സിനെ കുറിച്ചും അതുപോലെ ക്യൂബർനെറ്റ്സ് എന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്യൂബർനെറ്റ്സിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. അതുപോലെ ക്യൂബർനെറ്റ്സിൻ്റെ ആർക്കിടെക്ചർ, അതിലുള്ള കോമ്പോണൻറ്റുകൾ, കാര്യങ്ങളൊക്കെ ഓരോന്നിൻ്റെയും ഫങ്ഷനാലിറ്റി അല്ലാണ്ട് അത് എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ക്ലസ്റ്റർ ക്രിയേഷൻ അല്ലേ, ക്ലസ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, കവർ ചെയ്തു. അപ്പോൾ ക്ലസ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, ഒരു മിനി ക്യൂബ് സെറ്റപ്പ് അല്ലേ, ചെറിയ രീതിയിൽ ലോക്കൽ നമ്മുടെ മെഷീനിലാണ്, ഒരു സിംഗിൾ മെഷീനിൽ മിനി ക്യൂബ് നമ്മൾ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ കൈൻഡ് അല്ലേ, ക്യൂബർനെറ്റ്സ് ഇൻ ഡോക്കർ, ഈ രീതിയിലുള്ള ക്ലസ്റ്ററുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു പ്രൊഡക്ഷൻ റെക്കമെൻഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ സെറ്റപ്പ് അല്ല എന്നൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ, മിനി ക്യൂബ്, കൈൻഡ്, അതുപോലെ ക്യൂബേഡിയം ലെവലുള്ള ഒരു ക്ലസ്റ്റർ നമുക്ക് എൻ്റയർ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, മാനുവലി തന്നെ കോൺഫിഗർ ചെയ്യണം, നമുക്കൊരു ക്ലസ്റ്റർ സെറ്റപ്പ് ചെയ്യണം എന്നൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ക്യൂബേഡിയം സെറ്റപ്പിൽ വരുന്ന അല്ലാണ്ട് മാസ്റ്റർ നോഡും വർക്കർ നോഡും അതിലുള്ള ഓരോ കോമ്പോണൻറ്റുകളും നമുക്ക് മാനുവലി തന്നെ ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്യൂബേഡിയം സെറ്റപ്പ് വരുന്ന അല്ലാണ്ട് ക്യൂബേഡിയമിൽ എങ്ങനെയൊക്കെയാണ് കോൺഫിഗറേഷന്, അതിൻ്റെ നെറ്റ്വർക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ നമ്മൾ ക്യൂബർനെറ്റ്സിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കണം, ഇപ്പോൾ CK സർട്ടിഫിക്കേഷനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യൂബേഡിയം സെറ്റപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷനൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ മിനി ക്യൂബോ അല്ല തന്നെ കൈൻഡ് ലെവലുള്ള ക്ലസ്റ്ററൊന്നും ആയിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറിയാം കൺട്രോൾ പ്ലെയിൻ മീൻസ് നമുക്കൊരു മാസ്റ്റർ നോഡ് വേണം, അതുപോലെ വർക്കർ നോഡുകൾ. അപ്പോൾ മാസ്റ്റർ നോഡ് എന്താണ്, വർക്കർ നോഡ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലസ്റ്റർ ആകുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സെർവറുകളാണ്, അല്ലാണ്ട് ഗ്രൂപ്പ് ഓഫ് നോഡ്സ് ആണ്. അതിൽ മാസ്റ്റർ നോഡുകൾ ഉണ്ടായിരിക്കും, വർക്കർ നോഡുകൾ ഉണ്ടായിരിക്കും. വർക്കർ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേം പോലെ തന്നെ, ആ ഒരു നെയിം പോലെ തന്നെ വർക്കർ, അതായത് മെയിനായിട്ട് നമ്മുടെ ക്ലസ്റ്ററിലുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് വർക്കർ നോഡ്സിലായിരിക്കും. അതെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നതും ഒക്കെ വർക്കർ നോഡിലാണ്. അപ്പോൾ മാസ്റ്റർ നോഡിൽ ഇത്രയും നമ്മുടെ എൻ്റയർ ക്ലസ്റ്ററിനെ മാനേജ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള കോമ്പോണൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. എന്താണ്, API സെർവർ ഉണ്ടായിരിക്കും, ETCD ഉണ്ടായിരിക്കും, ഷെഡ്യൂളർ ഉണ്ടായിരിക്കും, കൺട്രോൾ മാനേജർ ഉണ്ടായിരിക്കും അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ക്യൂബർനെറ്റ്സ് എന്താണ്, നമ്മൾ ഓൾമോസ്റ്റ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നിരുന്നാലും ഒരു കിങ് ആണെന്നൊക്കെ നമുക്ക് പറയാം. അതായത് നമ്മുടെ ഡോക്കറിനെ മാനേജ് ചെയ്യുന്ന, അല്ല എൻ്റെ നമ്മുടെ ഡോക്കറൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെ മാനേജ് ചെയ്യുന്ന ഒരു കിങ് അല്ലേ, ഒരു ക്യാപ്റ്റൻ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മുടെ ക്യൂബർനെറ്റ്സ് നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലോഗോ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്, ഷിപ്പാണല്ലേ. അതായത് ഒരു ഷിപ്പിൽ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടെയ്നേഴ്സിനെ മാനേജ് ചെയ്യുന്ന ആളാണ് ആര്, ക്യൂബർനെറ്റ്സ്. ഈ ലോഗോ തന്നെ ഏകദേശം അത് എന്താണ്, നമുക്കത് കാണാൻ കഴിയും. രസകരമായി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്, ഷിപ്പാണ്. അപ്പോൾ നമുക്ക് ഷിപ്പിലറിയാം അതിലൊരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു ഷിപ്പിനെ എങ്ങോട്ട്, അതായത് ഒരു ഡ്രൈവർ, ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും, എങ്ങോട്ടാണ് ഈ ഷിപ്പ് പോകേണ്ടത്, അതിനെ എൻ്റയർ ഷിപ്പിനെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ടൈറ്റാനിക് മൂവിയിലൊക്കെ നമുക്കറിയാം അതിലുള്ള ക്യാപ്റ്റന് അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു സ്റ്റിയറിംഗ് ആണ് നമ്മുടെ ക്യൂബർനെറ്റ്സിൻ്റെ ലോഗോയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഈ ഒരു എൻ്റയർ ഡോക്കർ, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് ഒരുപാട് ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ അല്ലേ, അല്ലാണ്ട് ഒരു കിങ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സെറ്റപ്പ്, അതായത് ക്യൂബേഡിയം ക്ലസ്റ്റർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് വേണം, കൺട്രോൾ പ്ലെയിൻ അല്ലാണ്ട് മാസ്റ്റർ നോഡ് വേണം അല്ലേ. ഇവിടെ കണ്ടോ ഒരു മാസ്റ്റർ നോഡ് ഉണ്ട്, അതുപോലെ വർക്കർ നോഡ് ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത്, ഞാനിവിടെ 2 വർക്കർ നോഡോ 3 വർക്കർ നോഡൊന്നും ആസ് ഓഫ് നോ എടുക്കുന്നില്ല. ഞാൻ എന്താ എടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഇൻട്രസ്റ്റ്. ഞാനിവിടെ മാസ്റ്റർ നോഡ് ഒരെണ്ണം എടുക്കുന്നുണ്ട്, ഒരു മാസ്റ്റർ നോഡ്. മാസ്റ്റർ നോഡ് ഒരെണ്ണം, മാസ്റ്റർ നോഡ്. അതുപോലെ വർക്കർ നോഡ് ഞാൻ എന്താ എടുക്കുന്നത്, ഒരെണ്ണം എടുക്കുന്നുള്ളൂ. അത് 2 ആയാലും 3 ആയാലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു വർക്കർ നോഡും വേണം.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2 സെർവർ ഇവിടെ വേണം അല്ലേ? 2 സെർവർ വേണം അല്ലേ? 2 നോഡ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ 2 നോഡ് സ്പിന്നപ്പ് ചെയ്യണം, അല്ലാതെ ക്രിയേറ്റ് ചെയ്യണം, ലോഞ്ച് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ രീതിയിൽ മാസ്റ്റർ നോഡിൽ API സെർവറും ETCDയും ഷെഡ്യൂളറും കൺട്രോളറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. വർക്കർ നോഡിൽ ക്യൂബിലെറ്റും ക്യൂപ്രോക്സിയും ഒരു കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ്, അതിൻ്റെ അകത്ത് പോഡിന് വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? കോൺഫിഗർ ചെയ്യണം. ഫൈനലി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇതിന് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്, കണ്ടെയ്നർ നെറ്റ്വർക്ക് എന്ത് ചെയ്യണം? ഇവിടെ വേണം, കണ്ടെയ്നർ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ EC2 വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 2 EC2 ലോഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നമ്പർ ഓഫ് ഇൻസ്റ്റൻസിൻ്റെ അവിടെ കണ്ടോ, ഇവിടെ ഞാൻ 2 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് 2 എണ്ണമാണ്, അതുകൊണ്ട് ഞാനിവിടെ 2 എന്ന് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മാസ്റ്റർ നോഡ് എന്ന് കൊടുക്കാം. മാസ്റ്റർ നോഡ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, മാസ്റ്റർ നോഡ് ഏതാണ് വർക്കർ നോഡ് ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ മാസ്റ്റർ നോഡ് എന്ന് കൊടുത്തു. അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഉബുണ്ടു OS ആണ്. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ T2 മൈക്രോ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു T2 മീഡിയം എങ്കിലും എടുക്കാം. T2 ലാർജ് വേണ്ട, T2 മീഡിയം. ഓക്കെ, ഞാൻ T2 മീഡിയയിൽ 2 EC2 മെഷീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് മാസ്റ്റർ നോഡിനും ഒന്ന് വർക്കർ നോഡിനും. ഓക്കെ, കീ പെയർ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ഒരു കീ പെയർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. VPC എല്ലാം ബൈ ഡിഫോൾട്ട് VPC തന്നെയാണ്. ഓക്കെ, ഫയർവാളിൽ നമുക്ക് എന്ത് ചെയ്യാം? HTTPSഉം HTTPയും എന്ത് ചെയ്യാം? ഓപ്പൺ ആക്കാം. ഇത് കൂടാതെ നമുക്ക് ഒരു പോർട്ടും കൂടി ഓപ്പൺ ആക്കേണ്ടി വരും. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഈ കണ്ടെയ്നർ നെറ്റ്വർക്ക്, ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു നെറ്റ്വർക്കിൽ സ്പിന്നപ്പ് ആവുന്ന ഈ മെഷീൻസിനെ, അതായത് ഈ വർക്കർ നോഡുകളും ഈ വർക്കർ നോഡ്സിനെ നമ്മുടെ മാസ്റ്റർ നോഡുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ജോയിൻ ആവുന്നത് അവിടെ ഞാൻ മറ്റൊരു കളർ എടുക്കാം. ഓക്കെ, 6443. ഓക്കെ, 6443 ഈ പോർട്ടിലാണ് എന്താവുന്നത്? നമ്മുടെ വർക്കർ നോഡും മാസ്റ്റർ നോഡും ജോയിൻ ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഈ ഒരു പോർട്ടും കൂടെ എനേബിൾ ചെയ്യണം. ബട്ട് ആസ് ഓഫ് നോ ഞാനിപ്പോൾ എനേബിൾ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലസ്റ്റർ സെറ്റപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം? ആ ഒരു ചേഞ്ചസ് അല്ലാണ്ട് ഒരു പുതിയൊരു ഇൻബൗണ്ട് റൂൾ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നോ ഇഷ്യൂ. നമുക്കത് പിന്നെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 30 GB എടുക്കുന്നുണ്ട്. 30 GB GP3 EBS വോളിയം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് കോൺഫിഗറേഷനോ കാര്യങ്ങളൊന്നും ഞാൻ എക്സ്ട്രാ ചെയ്യുന്നില്ല. ലോഞ്ച് ഇൻസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാം 2 EC2 മെഷീൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് മാസ്റ്റർ നോഡായിട്ട് ഉപയോഗിക്കണം, ഒരെണ്ണം നമുക്ക് വർക്കർ നോഡായിട്ട് യൂസ് ചെയ്യണം അല്ലേ? നമ്മുടെ ഇൻസ്റ്റൻസസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത മെഷീനാണ്. ഓക്കെ, ഇവിടെ മറ്റു മെഷീനുകളൊക്കെ സ്റ്റോപ്പ് ചെയ്താണ്. നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യാം. നമ്മൾ ലോഞ്ച് ചെയ്ത നമ്മുടെ മാസ്റ്റർ നോഡും അതുപോലെ വർക്കർ നോഡും ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ അത് ജസ്റ്റ് ഫിൽട്ടർ കൊടുത്തിട്ട് റണ്ണിങ് സ്റ്റേജിലുള്ള 2 മെഷീൻസിനെ ഞാൻ ഇതുപോലെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണത്തിന് വർക്കർ നോഡ് എന്നും ഒരെണ്ണത്തിന് മാസ്റ്റർ നോഡ് എന്നും ഞാൻ ജസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു നെയിം ടാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് പേര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്കറിനോ മാസ്റ്ററിനോ അല്ലെങ്കിൽ കൺട്രോൾ പ്ലെയിന് വർക്കർ പ്ലെയിനെന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഇവിടെ എത്ര നെയിം ടാഗ് ചേഞ്ച് ചെയ്തെന്ന് വിചാരിച്ച് നമ്മുടെ സെർവറിൻ്റെ കോൺഫിഗറേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ID നെയിമാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മാസ്റ്റർ നോഡിനെ ഞാനിവിടെ എൻ്റെ VS കോഡുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വർക്കർ നോഡ് ഉണ്ട് അല്ലേ? മാറിപ്പോകരുത്. വർക്കർ നോഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെബിൽ ഞാനിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഞാൻ നമ്മുടെ വെബിൽ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കർ നോഡാണ് നമ്മുടെ വെബിലുള്ളത്. അതുപോലെ മാസ്റ്റർ നോഡാണ് എൻ്റെ VS കോഡുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ അറിയാം? മാസ്റ്റർ നോഡിലും വർക്കർ നോഡിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യാനുണ്ട്. നമ്മുടെ ETCD, ക്യൂബ്, API സെർവർ, ഷെഡ്യൂളർ, ക്യൂബിലെറ്റ്, ക്യൂപ്രോക്സി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 സെർവർ എടുത്തു. ഇത് നമ്മുടെ വർക്കർ നോഡാണ്, അതുപോലെ ഇത് നമ്മുടെ മാസ്റ്റർ നോഡാണ്. ഓക്കെ, മാസ്റ്റർ നോഡ് സ്റ്റിൽ അതിൻ്റെ കണക്റ്റ് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെപ്പോസിറ്ററിയിൽ Kubernetes ഇൻസ്റ്റാൾ എന്ന് പറയുന്ന നമ്മുടെ റെപ്പോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ Minikube എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, Kubeadm ക്ലസ്റ്റർ നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ
മാസ്റ്റർ നോഡ്, ഇത് നമ്മുടെ മാസ്റ്റർ നോഡ് അല്ലേ, ഇത് നമ്മുടെ മാസ്റ്റർ നോഡ്, അതായത് കൺട്രോൾ പ്ലെയിൻ. ഈ കൺട്രോൾ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യൂബേഡിയം ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ക്യൂബേഡിയം നമ്മൾ എന്ത് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ഇനീഷ്യലൈസേഷൻ നമ്മൾ ഇനീറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട്, ക്യൂബേഡിയം ഇനീറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈനലി ഈ ഒരു ക്യൂബേഡിയം ഇനീഷ്യലൈസേഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എത്ര വർക്കർ നോഡ്സ് ഉണ്ടോ, എനി നമ്പർ ഓഫ് വർക്കർ നോഡ്സ്, എത്ര വർക്കർ നോഡ്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർക്കർ നോഡ്സിനെ നമ്മുടെ മാസ്റ്റർ നോഡിലോട്ട് ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിലായിരിക്കും. ഓക്കെ, നമ്മൾ അതിന് ഒരു നെറ്റ്വർക്ക് പറഞ്ഞായിരുന്നു, കണ്ടെയ്നർ നെറ്റ്വർക്ക്, അല്ലാണ്ട് എന്തെങ്കിലും നെറ്റ്വർക്ക് പ്ലഗിൻസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ നെറ്റ്വർക്കിലായിരിക്കണം നമ്മളുടെ EC2 മെഷീൻസ് ഒക്കെ ഒരു സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഇനി ക്യൂബേഡിയം ഇനീഷ്യലൈസ് ചെയ്താൽ നമ്മുടെ മാസ്റ്റർ നോഡിലോട്ട് നമ്മുടെ വർക്കർ നോഡിനെ നമ്മൾ ജോയിൻ ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുന്നത് 6443 എന്ന് പറയുന്ന പോർട്ടിലൂടെയാണ്. ഓക്കെ, ഇതാണ് ക്യൂബർനെറ്റ്സിൻ്റെ ഈ ഒരു പോർട്ട്. അപ്പോൾ ഈ ഒരു പോർട്ടിലൂടെ ആയിരിക്കും വർക്കർ നോഡ് മാസ്റ്റർ നോഡിലോട്ട് രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലാണ്ട് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇവരെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബന്ധിപ്പിക്കാൻ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ്, ഈ ഒരു പോർട്ട് ഓപ്പൺ ആയിരിക്കണം നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ. ഓക്കെ, അതുപോലെ നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്ക് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വർക്കർ നോഡിലും മാസ്റ്റർ നോഡിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരേപോലെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാസ്റ്റർ നോഡിലേക്ക് എന്താണ് അതിൻ്റെ കോമ്പോണൻറ്റുകൾ, API സെർവർ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അതിന് ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, എൻഷുവർ ദാറ്റ് ഓൾ ഇൻസ്റ്റൻസ് ആർ ഇൻ ദ സെയിം സെക്യൂരിറ്റി ഗ്രൂപ്പ്, എക്സ്പോസ് പോർട്ട് 6443, അതായത് 6443 ഇൻബൗണ്ട് റൂൾസിൽ ഈ ഒരു പോർട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യണം. എന്നിരുന്നാലേ ഇവരുടെ ഒരു ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മാസ്റ്റർ നോഡിലും വർക്കർ നോഡിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒരുപോലെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്റ്റർ നോഡിലും വർക്കർ നോഡിലും ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഇത്തരം കമാൻഡുകൾ ഞാൻ റൺ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് വർക്കർ നോഡിലും മാസ്റ്റർ നോഡിലും നമുക്ക് എന്ത് ചെയ്യണം, സ്വാപ്പ്. ഓക്കെ, സ്വാപ്പിങ്ങും സ്വാപ്പ് മെമ്മറി ഒക്കെ നമുക്കറിയാം അല്ലേ. ഇത് ഞാൻ എന്ത് ചെയ്യണം, ഡിസേബിൾ ചെയ്യണം, അല്ലാണ്ട് ഓഫ് ചെയ്യണം. അതായത് ക്യൂബർനെറ്റ്സിൻ്റെ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്വാപ്പ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു, ഈ കമാൻഡ് ജസ്റ്റ് കോപ്പി ചെയ്തു. ഓക്കെ, ഇത് നമ്മളുടെ മാസ്റ്റർ നോഡാണ് അല്ലേ. മാസ്റ്റർ നോഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മാസ്റ്റർ നോഡിൻ്റെ ടെർമിനൽ എടുത്തു. ഓക്കെ, ടെർമിനൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വൈഡാക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഓക്കെ, സെയിം ടൈം ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ വർക്കർ നോഡിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതുപോലെ അതിൻ്റെ സ്വാപ്പ് ഞാൻ ജസ്റ്റ് ഡിസേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിസേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സുഡോ സ്വാപ്പ് ഓഫ് -a ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് ഓഫ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നെറ്റ്വർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓവർലേ BR നെറ്റ് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മോഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിക്വയർമെൻറ്റുകളാണ്. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കർ നോഡിലും ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാസ്റ്റർ നോഡിലും ഞാൻ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, താഴെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ sysctl പാരാമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനും ഇതൊക്കെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മാസ്റ്റർ നോഡും വർക്കർ നോഡിൻ്റെ ഒക്കെ നെറ്റ്വർക്കിനും അതുപോലെ നമ്മുടെ കേർണലിലുള്ള ഈ ഒരു ഓവർലേ BR നെറ്റ് ഫിൽറ്ററൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഒന്ന് എൻഹാൻസ് ചെയ്യണം. ഈ ഒരു കമാൻഡ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ റൺ ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ട് കമാൻഡുകളും ഞാൻ രണ്ട് സെർവറിലും എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് സ്വാപ്പ് ഓഫ് ചെയ്തു, നമ്മുടെ നെറ്റ്വർക്കിന് വേണ്ട ഈ കമാൻഡുകളൊക്കെ ഞാൻ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, കണ്ടെയ്നർ ഡി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ കണ്ടെയ്നർ ഡി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ സെർവറിൽ? ഓക്കെ, നമ്മൾ എന്തിനായിരിക്കും കണ്ടെയ്നർ ഡി ഇൻസ്റ്റാൾ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, നമ്മുടെ വർക്കർ നോഡിൽ ഇവിടെ കണ്ടോ CRI കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തിനാണ് കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ്? നമുക്കറിയാം ക്യൂബർനെറ്റ്സിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് എന്താണ്, കണ്ടെയ്നറൈസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് അല്ലേ.
അതായത് ഒരുപാട് ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെ മാനേജ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ കുബർനെറ്റിൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കണ്ടെയ്നേഴ്സ് ആണ് അവിടെ റൺ ആവുന്നത് അല്ലേ. നോർമലി ഒരു സെർവറിൽ നോർമലി ഇത് നമ്മുടെ ഒരു സെർവർ ആണെന്നുണ്ടെങ്കിൽ ഈ സെർവറിൽ എനിക്കൊരു കണ്ടെയ്നർ റണ്ണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനീഷ്യലി എന്ത് ചെയ്യണം? ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. ഡോക്കർ ഞാൻ എന്ത് ചെയ്യണം? സെർവറിൽ ഉണ്ടായിരിക്കണം. എന്നാലേ എനിക്ക് നോർമലി ബേസിക്കലി ഒരു സെർവറിൽ ഒരു ഡോക്കർ കണ്ടെയ്നർ റൺ ചെയ്യുന്നത് പോസിബിൾ ആവുള്ളൂ. ബട്ട് ഡോക്കർ നമ്മൾ കമാൻഡ് ലൈൻ വഴി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഡോക്കറിൻ്റെ എൻജിൻ അല്ലേ. ഡോക്കർ എൻജിൻ അതായത് ഡോക്കർ ഡീമന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡോക്കർ ഡീമൻ, ഡോക്കർ ഡി ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഡോക്കർ ഡിക്ക് അകത്ത് കണ്ടെയ്നർ ഡി എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ടായിരിക്കും, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, കണ്ടെയ്നർ ഡി. ഓക്കെ, അതുപോലെ ഡോക്കർ API ഉണ്ടായിരിക്കും, ഡോക്കർ ക്ലയൻറ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നമ്മൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ എൻ്റർ ആർക്കിടെക്ചറാണ്, അല്ലാണ്ട് ഒരു സോഫ്റ്റ്വെയർ ആണ് അവിടെ ഇൻസ്റ്റാൾ ആവുന്നത്. ബട്ട് ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടെയ്നർ ഡി ആണ്. ഓക്കെ, കണ്ടെയ്നർ ഡി ആണ് നമ്മളുടെ ഒരു കണ്ടെയ്നർ അല്ലാണ്ട് ഒരു ഡോക്കർ കണ്ടെയ്നറിൻ്റെ എൻ്റർ ലൈഫ് സൈക്കിളൊക്കെ മാനേജ് ചെയ്യുന്നത്. അതായത് ഒരു കണ്ടെയ്നർ സ്റ്റോപ്പ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് കില്ല് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്, ഇത്തരം എൻ്റർ ഒരു കണ്ടെയ്നറിൻ്റെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യുന്ന ആളാരാണ്? കണ്ടെയ്നർ ഡി ആണ്. അപ്പോൾ നമ്മളൊരു ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? കണ്ടെയ്നർ ഡി ആണ് അല്ലേ. അപ്പോൾ കണ്ടെയ്നർ ഡി ആണ് ആക്ച്വലി അവിടെ മെയിൻ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് നോർമലി ഒരു സെർവറിൽ നമുക്ക് ഡോക്കർ റൺ ചെയ്യണം, അല്ലാണ്ട് ഒരു ഡോക്കർ ഇമേജ് നമുക്ക് പുൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അല്ലാണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ, വേണം. സെയിം വേ നമ്മൾക്ക് ക്യൂബർനെറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്യൂബർനെറ്റ്സ് നമുക്ക് എന്താ അറിയാം? വർക്കർ നോഡുകളിൽ അല്ലേ, വർക്കർ നോഡ്സിലാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ആക്ച്വലി റൺ ചെയ്യുന്നത്. ഓക്കെ, മാസ്റ്റർ നോഡിലല്ല, വർക്കർ നോഡിലാണ്. അപ്പോൾ വർക്കർ നോഡിൽ നമ്മളുടെ ഡോക്കർ കണ്ടെയ്നർ അല്ലാണ്ട് ഡോക്കറൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കർ നോഡിൽ ആദ്യം ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ, റൈറ്റ്? നമുക്ക് എന്ത് ചെയ്യണം? ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ നമ്മൾ സെർവറിലൊക്കെ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് വേണം? നമ്മളുടെ വർക്കർ നോഡിലും ഡോക്കറിൻ്റെ സോഫ്റ്റ്വെയറും ഇൻ്റർഫേസും ഉണ്ടായിരിക്കണം. എന്നാലേ ഡോക്കർ കണ്ടെയ്നേഴ്സിന് റൺ ചെയ്യുന്നതും നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നതും ഒക്കെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ വർക്കർ നോഡുകളിലൊക്കെ അല്ലാണ്ട് നമ്മുടെ ക്ലസ്റ്ററിൽ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഡോക്കറിൻ്റെ എൻ്റർ ആർക്കിടെക്ചർ അവിടെ എന്തായിരിക്കും? ഇൻസ്റ്റാളേഷൻ സംഭവിക്കും അല്ലേ. പക്ഷെ നമുക്ക് എൻ്റർ ആൾക്കാരായ APIയും ഡോക്കർ എൻജിനും അതൊന്നും വേണ്ട. നമുക്ക് എന്ത് മതി? ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ ഡി. ഓക്കെ, കണ്ടെയ്നർ ഡി ഓക്കെ പുള്ളിയെ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? പുള്ളിനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കണ്ടെയ്നർ ഡീനെ എനിക്ക് എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട കമാൻഡാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ കണ്ടെയ്നർ ഡി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ, ഞാൻ ഈ സെർവറിൽ എന്ത് ചെയ്തു? ജസ്റ്റ് പേസ്റ്റ് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? മാസ്റ്ററിലും വർക്കറിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കണ്ടെയ്നർ ഡി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് ഞാൻ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻസ്റ്റാൾ ക്യൂബർനെറ്റ്സ് കോമ്പോണൻസ്. നമുക്ക് എന്ത് ചെയ്യണം? കണ്ടോ, ക്യൂബേഡിയം, kubectl ഇതെല്ലാം എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനുള്ള കമാൻഡ് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് കോപ്പി ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഡോക്യുമെൻറ്റേഷനിലുണ്ട്. അത് ഞാനൊന്ന് സ്ട്രക്ചർ ചെയ്തിട്ട് ഒരു ഗിറ്റബിൽ റെപ്പോയിൽ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇത് കോപ്പി ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, കണ്ടെയ്നർ ഡി സർവീസ് എന്താണ്? അതിൻ്റെ സ്റ്റാറ്റസ് റണ്ണിങ് ആണ്. ഓക്കെ, നമുക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത കമാൻഡ് ഞാൻ ഇവിടെ കൊടുത്തു, sudo apt update. നമുക്ക് എന്താണ്? ക്യൂബിലെറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, ക്യൂബർനെറ്റ്സിൻ്റെ കോമ്പോണൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മാസ്റ്റർ നോഡിൽ എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ ഞാൻ കോപ്പി ചെയ്തു, അത് പേസ്റ്റ് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, അതും അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തത് എക്സിക്യൂട്ട് ഓൺലി ഓൺ ദ മാസ്റ്റർ നോഡ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണ്?
വർക്കറിലും മാസ്റ്ററിലും രണ്ട് സെർവറിലും നമ്മൾ ചെയ്തായിരുന്നു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൺലി ഓൺ ദ മാസ്റ്റർ നോഡിൽ മാത്രം ചെയ്യാൻ പോകുന്നുള്ളൂ. എന്താണ് ശരിക്കും ചെയ്യാൻ പോകുന്നത്? നമ്മൾ തൊട്ട മുന്നേ പറഞ്ഞതുപോലെ മാസ്റ്റർ നോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യൂബേഡിയം ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു കമാൻഡ് കിട്ടും, ജോയിൻ കമാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ജോയിൻ കമാൻഡ്. ഓക്കെ, ഈ ജോയിൻ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കയ്യിൽ എത്ര വർക്കർ നോഡ് ഉണ്ടോ അത്രയും വർക്കർ നോഡിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾക്കൊരു കണ്ടെയ്നർ നെറ്റ്വർക്ക്, ഓക്കെ, ഇവരൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ട ഒരു നെറ്റ്വർക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. റൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നെറ്റ്വർക്കുകൾ അവൈലബിൾ ആണ്. കണ്ടോ, ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കാലിക്കോ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് പ്ലഗിനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിവോ അല്ലാണ്ട് ഫ്ലാനിലോ ഒരുപാട് പ്ലഗിൻസ് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്ലഗിൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കാലിക്കോ ആണ്. അപ്പോൾ കാലിക്കോൻ്റെ മാനിഫെസ്റ്റ് ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ക്യൂബ്സിറ്റിയിൽ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ഓൺലി ഓൺ ദ മാസ്റ്റർ നോഡ്. ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് ദ ക്ലസ്റ്റർ. നമ്മൾ ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്ലസ്റ്റർ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സുഡോ ക്യൂബേഡിയം ഇനീറ്റ്. ഇത് നമ്മൾ വർക്കർ നോഡിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, മാസ്റ്റർ നോഡിലാണ് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, മാസ്റ്റർ നോഡിൽ ഞാൻ കമാൻഡ് കൊടുത്തു, ജസ്റ്റ് അത് റൺ ചെയ്തു. കണ്ടോ, വേർഷൻ ക്യൂബർനെറ്റ്സിൻ്റെ വേർഷൻ കാണിക്കുന്നുണ്ട്, പ്രീ ഫ്ലൈറ്റ് ചെക്ക് നടത്തുന്നുണ്ട്. ഈ പ്രീ ഫ്ലൈറ്റ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെർവറിൻ്റെ കേർണൽ വേർഷൻ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു ചെക്ക് നടത്തും. ഓക്കെ, എല്ലാതും ഓക്കെ ആണോ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. This might take a minute or two depending on the speed of your internet connection. You can also perform this action in okay, അതവിടെ നടന്നുകൊണ്ടിരിക്കണം. കണ്ടോ, CRI സാൻഡ്ബോക്സ് ഇമേജ് Kubeadm init is recommended, that is using registration. ഓക്കെ, ജനറേറ്റിംഗ് ആ ഒരു പ്രീ ഫ്ലൈറ്റ് ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യങ്ങളിലോട്ട് നടക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ക്ലസ്റ്റർ ഇനീഷ്യലൈസ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് യൂസിങ് ടോക്കൺ, കോൺഫിഗറിങ് ബൂട്ട്സ്ട്രാപ്പ് ടോക്കൺ, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കണ്ടോ, ക്യൂബേഡിയം അതായത് ക്യൂബർനെറ്റ്സിൻ്റെ കോൺഫിഗറേഷൻ ഫയൽ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. കണ്ടോ, kubelet.conf, കൺട്രോളർ manage.conf, ഇതിൻ്റെ എല്ലാം കോൺഫിഗറേഷൻ ഫയൽ, ക്യൂബ് കോൺഫിഗ് ഫയലുകളൊക്കെ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും, കണ്ടോ, ടു സ്റ്റാർട്ട് യൂസിങ് യുവർ ക്ലസ്റ്റർ യു നീഡ് ടു റൺ ദ ഫോളോവിങ് ആസ് എ റെഗുലർ യൂസർ. അതായത് റെഗുലർ യൂസറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കമാൻഡൊക്കെ ശരിക്കും റൺ ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലോക്കൽ മെഷീനിലോട്ട് അല്ലാണ്ട് നമ്മുടെ ലോക്കലിലോട്ട് ക്യൂബർനെറ്റ്സിൻ്റെ ഇവിടെ മുകളിൽ പോയാൽ കാണാം. ഓക്കെ, ക്യൂബർനെറ്റ്സിൻ്റെ ഇവിടെ കണ്ടോ, ക്യൂബർനെറ്റ്സിൻ്റെ കോൺഫിഗറേഷൻ ഫയൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ലോക്കൽ അതായത് നമ്മുടെ ലോക്കൽ യൂസർ ഉബുണ്ടു എന്ന് പറയുന്ന യൂസറിൻ്റെ ഹോം ഡയറക്ടറിലോട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ട പെർമിഷൻസും ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഈ കമാൻഡും റൺ ചെയ്യണം. ഓക്കെ, ഈ കമാൻഡ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുവർ ക്യൂബർനെറ്റ്സ് കൺട്രോൾ പ്ലെയിൻ ഹാസ് ഇനീഷ്യലൈസ്ഡ് സക്സസ്ഫുള്ളി. ടു സ്റ്റാർട്ട് യൂസിങ് യുവർ ക്ലസ്റ്റർ യു നീഡ് ടു റൺ ദ ഫോളോവിങ് ആസ് എ റെഗുലർ യൂസർ. ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെഗുലർ യൂസറായിട്ട് ഇത് റൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ആൾട്ടർനേറ്റീവ്ലി ഇഫ് യു ആർ ദ റൂട്ട് യൂസർ യു ക്യാൻ റൺ. നമ്മൾ റൂട്ട് യൂസറാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ റൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, യു ഷുഡ് നൗ ഡിപ്ലോയ് എ പോഡ് നെറ്റ്വർക്ക് ടു ദ ക്ലസ്റ്റർ. അതായത് നമുക്ക് ഇതിലോട്ട് കാര്യങ്ങളൊക്കെ ഡിപ്ലോയ് ചെയ്യാം എന്നാണ്. ഓക്കെ, ഫൈനലി ഇവിടെ വന്നാൽ കാണാം യു ക്യാൻ ജോയിൻ എനി നമ്പർ ഓഫ് വർക്കർ നോഡ്സ്. ഓക്കെ, ഇത് നമ്മുടെ മാസ്റ്റർ നോഡാണ്. അപ്പോൾ മാസ്റ്റർ നോഡ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇനി എത്ര വർക്കർ നോഡ്സും ജോയിൻ ചെയ്യാം ബൈ റണ്ണിങ് ദ ഫോളോവിങ് ഓൺ ഈച്ച് ആസ് റൂട്ട്. അതായത് റൂട്ട് യൂസറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വർക്കറിലും ഈ ഒരു കമാൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്കർ നോഡിനൊക്കെ മാസ്റ്റർ നോഡിലോട്ട് ജോയിൻ ചെയ്യുന്നത് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്ത് കണ്ടോ, ക്യൂബേഡിയം ജോയിൻ, ക്യൂബേഡിയമിൻ്റെ ജോയിൻ കമാൻഡ് ഉപയോഗിച്ചിട്ട് 172.31.34.87 ഈ ഒരു IP ഏതിൻ്റെ IP ആണ്, ഇതൊരു പ്രൈവറ്റ് IP അഡ്രസ്സാണ്. കണ്ടോ, ഇതൊരു പ്രൈവറ്റ് IP അഡ്രസ്സാണ്, വേറെ ഒന്നിൻ്റെ അല്ല, നമ്മുടെ മാസ്റ്റർ നോഡിൻ്റെ പ്രൈവറ്റ് IP അഡ്രസ്സാണ്. കോളൻ കണ്ടോ, ഈ ഒരു പോർട്ട്, അതായത് മാസ്റ്റർ നോഡിലോട്ട് ഉള്ള ഒരു കണക്ഷൻ, ഒരു ജോയിൻ പാത്താണ് അവിടെ കൊടുത്തേക്കുന്നത്.
അതിൻ്റെ ഓതൻറ്റിക്കേഷനും അതുപോലെ സർട്ടിഫിക്കേഷനും ഒക്കെ ഉള്ള ടോക്കണും അതിൻ്റെ കീ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമാൻഡ് നമ്മൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് അല്ലേ. നമ്മുടെ വർക്കർ നോഡ്സിനൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ ഈ ഒരു കമാൻഡ് ആവശ്യമാണ്. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മളുടെ ഇവിടെ പറഞ്ഞ കണ്ടോ, ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷനിലും അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഗറേഷൻ ഫയൽ നമ്മുടെ ലോക്കലിലോട്ട് കൊണ്ടുവരാൻ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, റൺ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കാലിക്കോ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. kubectl apply -f കാലിക്കോ ഇൻസ്റ്റാളേഷനും ഡിപ്ലോയ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്തു, അവിടെ കംപ്ലീറ്റ് ആയി. വെരി സിമ്പിൾ അല്ലേ. അടുത്ത് എന്ത് ചെയ്യാം, ജനറേറ്റ് ജോയിൻ കമാൻഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ആവശ്യം ശരിക്കും ഇപ്പോൾ നമ്മൾക്കില്ല, കാരണം ഓൾറെഡി നമ്മൾക്കറിയാം ഇവിടെ നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലേ, ജോയിൻ ചെയ്യാനുള്ള കമാൻഡ് തന്നിട്ടുണ്ട്. ഇൻ കേസ് ഇത് നമ്മളുടെ കയ്യിൽ നിന്നും മിസ്സായി, നമ്മൾ കോപ്പി ചെയ്യാൻ മറന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ ഈ ഒരു കമാൻഡ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മളടുത്ത് കമാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ അത് റൺ ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്താണ്, sudo kubeadm reset pre-flight check. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കർ നോഡിൽ കണ്ടോ, യുവർ വർക്കർ നോഡ്, ഇതൊക്കെ വർക്കർ നോഡിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡുകളാണ്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ നോഡിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി അല്ലേ. നമ്മൾ ജോയിൻ കമാൻഡ് ജനറേറ്റ് ചെയ്തു, കോൺഫിഗറേഷൻ ഫയൽ നമ്മുടെ ലോക്കലിലോട്ട് നമ്മൾ കോപ്പി ചെയ്തു, അതിന് വേണ്ട ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിക്കോ നെറ്റ്വർക്ക് പ്ലഗിനും നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. മാസ്റ്റർ നോഡിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വർക്കർ നോഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ നമുക്ക് kubeadm റീസെറ്റ് കമാൻഡ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. നമ്മുടെ വർക്കർ നോഡ് നമ്മൾ ജസ്റ്റ് ഒരു തവണ ജോയിൻ കമാൻഡൊക്കെ യൂസ് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ വർക്കർ നോഡിലുള്ള ക്യൂബർനെറ്റ്സിൻ്റെ കോൺഫിഗറേഷനും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാം. അതുപോലെ ഒരു പ്രീ ഫ്ലൈറ്റ് ചെക്ക് നടത്താം. പ്രീ ഫ്ലൈറ്റ് ചെക്ക് മീൻസ് നമ്മുടെ വർക്കർ നോഡ് റിക്വയർമെൻ്റ് ഒക്കെ പ്രോപ്പറാണോ, അതിൻ്റെ കേർണൽ വേർഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വാലിഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വർക്കർ നോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കണ്ടെയ്നർ ഡി സ്റ്റിൽ റണ്ണിങ് ആണോ സർവീസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യുന്നത് പോസിബിളാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം ഓൺ യുവർ വർക്കർ നോഡ്. ഓക്കെ, വർക്കർ നോഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് ഓർ ടു കണ്ടോ, the reset process does not clean your kube config file and you must remove them manually. Okay, no problem. You must remove IP table rules, must do manually using IP tables. Okay, അതിൻ്റെ ആവശ്യമില്ല. പ്രീ ഫ്ലൈറ്റ് ചെക്ക് ഒക്കെ നമുക്ക് നടത്താം. ജസ്റ്റ് നമുക്ക് ഡ്രൈ റൺ ഒക്കെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇത് ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കമാൻഡ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യണം. എവിടെ, നമ്മുടെ വർക്കർ നോഡിൽ. കമാൻഡ് ശ്രദ്ധിച്ചു നോക്കിയേ, sudo kubeadm join പ്രൈവറ്റ് IP ഓഫ് കൺട്രോൾ പ്ലെയിൻ, അതായത് മാസ്റ്റർ നോഡിൻ്റെ പ്രൈവറ്റ് IP കോളൻ നമ്മളുടെ ജോയിൻ ചെയ്യാനുള്ള പോർട്ട് നമ്പർ, ടോക്കണ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്, ഈ ഒരു കമാൻഡിൻ്റെ എൻഡിൽ നമ്മൾ ചെറിയൊരു കാര്യം അപ്പൻഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ, അപ്പൻഡ് -v = 5 അറ്റ് ദ എൻഡ്. ഇത് വെർബോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഈ ജോയിൻ കമാൻഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെർബോസിറ്റി ഇൻക്രീസ് ചെയ്യാം. വെർബോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ മീൻസ് നമുക്ക് ഇതുപോലെ ഒരുപാട് ലോഗുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീബഗ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ ഈ ജോയിൻ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ വർക്കർ നോഡ് മാസ്റ്റർ നോഡിലോട്ടിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തെങ്കിലും എററുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെർമിനൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ വെർബോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം അതിൻ്റെ എൻഡിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, നല്ലതാണ്. നമുക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൺസോൾ തന്നെ എന്താണ് എറർ, എന്താണ് ഇഷ്യൂ, അത് ഫിക്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, ഡീബഗിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല, നമ്മൾക്ക് നമ്മുടെ അടുത്ത് തന്നെ കമാൻഡ് കിടക്കുന്നുണ്ട് അല്ലേ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. നമുക്ക് നമ്മുടെ വർക്കർ നോഡിൽ വരാം. ഓക്കെ, വർക്കർ നോഡിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ സുഡോ എന്നും കൂടെ കൊടുക്കണേ. സുഡോ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, kubeadm ഓക്കെ, നമ്മുടെ ഡിസ്കവറി ടോക്കൺ CSR ഹാഷ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ,
നമ്മൾ CRI കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്തത്? കണ്ടെയ്നർ ഡി ആണ് ഇൻസ്റ്റാൾ ചെയ്തത് അല്ലേ? മുകളിൽ കാണാം നമ്മൾ കണ്ടെയ്നർ ഡി ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, ഡോക്കർ ആണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. കണ്ടെയ്നർ ഡി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മേ ബി അതിൻ്റെ സോക്കറ്റ് നമ്മൾ എക്സ്പ്ലിസിറ്റി മെൻഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, CRI കണ്ടെയ്നർ റൺ ടൈം ഇൻ്റർഫേസ് സോക്കറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ സോക്കറ്റ് ഒന്ന് മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ സോക്കറ്റ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. CRI യുണീക്സ് കണ്ടോ, സോക്കറ്റ് ഞാൻ മെൻഷൻ ചെയ്തു. യുണീക്സ് റണ്ണ് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ കണ്ടെയ്നർ ഡിയിൽ കണ്ടെയ്നർ ഡി ഡോട്ട് സോക്ക് എന്ന് പറയുന്നതാണ് സോക്കറ്റ്. അത് ഞാനവിടെ മെൻഷൻ ചെയ്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡ്രൈ റൺ അടിച്ച് നോക്കാം. ഓക്കെ, ഡ്രൈ റൺ മീൻസ് നമ്മൾ ഡെവോപ്സ് എഞ്ചിനീയേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഡ്രൈ റൺ. ഓക്കെ, അതായത് ഞാൻ ഡ്രൈ റൺ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വർക്കർ നോഡ് മാസ്റ്റർ നോഡിലോട്ട് ജസ്റ്റ് എന്താവും, ജോയിൻ ആവും അല്ലേ? ആക്ച്വലി ശരിക്കും അവിടെ ജോയിൻ ആവും, ജോയിൻ ആവും. പക്ഷെ ഞാനിവിടെ എന്ത് ചെയ്തു, ഡ്രൈ റൺ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ ജോയിൻ ആവത്തില്ല. പക്ഷെ ജോയിൻ ആവുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? അതായത് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ ചെയ്ത് നോക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്ക് അവിടെ സംഭവിക്കുന്നില്ല, ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ആവുന്നില്ല. പക്ഷേ എക്സിക്യൂട്ട് ആകുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വരും, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് നമുക്ക് ഒരു ഓവർവ്യൂ ഈ ഒരു ഡ്രൈ റണ്ണിലൂടെ തരും. ഇതൊരു മെക്കാനിസമാണ്, അല്ലാണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ്. ഡ്രൈ റൺ അടിച്ചെന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി സെർവറിലൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ സുഡോ ഇവിടെ ഒരു സ്പേസ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, പേസ്റ്റ് ചെയ്തു. ഒരു സ്പേസ് ഇടാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, സുഡോ Kubeadm ജോയിൻ. ഓക്കെ, ടോക്കന് നമ്മുടെ CRI സോക്കറ്റ് മെൻഷൻ ചെയ്തു. ഡ്രൈ റൺ ടു സോൾവ് സ്റ്റാക്ക് ട്രേസ് ദിസ് എറർ എക്സിക്യൂട്ട് വിത്ത് -. ഓക്കെ, റിസീവ്ഡ് കണ്ടോ, അക്സെപ്റ്റ് അറ്റ് മോസ്റ്റ് വൺ ആർഗ്യുമെൻ്റ് ആസ് റിസീവ്ഡ് ടു. ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈ റൺ ഒഴിവാക്കിയിട്ട് വെർബോസിറ്റി 5 നമുക്ക് ഈ റണ്ണ് അക്സെപ്റ്റ് അറ്റ് മോസ്റ്റ് വൺ റിസീവ്ഡ്. ഓക്കെ ഫൈൻ. കണ്ടോ, നമ്മൾക്ക് ഡ്രൈ റൺ അടിച്ചപ്പോഴും വെർബോസിറ്റി ഈ ഒരു രീതിയിൽ അടിച്ചപ്പോഴും നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, സെയിം ആണ്. അപ്പോൾ ശരിക്കും ഡ്രൈ റൺ അടിച്ചപ്പോൾ ഇതവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ആക്ച്വലി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് വരുന്നത്, അത് നമുക്ക് ഡ്രൈ റണ്ണിൽ ജസ്റ്റ് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഒരുപാട് എററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, എന്നിട്ട് അത് ഫിക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ആക്ച്വലി നമുക്ക് റൺ ചെയ്യാം. ജസ്റ്റ് ആ ഡ്രൈ റൺ ഒന്ന് കാണിച്ചു തന്നെന്നുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ആക്ച്വലി അക്സെപ്റ്റ് അറ്റ് മോസ്റ്റ് പ്രോപ്പറായിട്ട് കണക്റ്റ് ആയില്ല എന്ന് തോന്നുന്നു. ടെൽനെറ്റ് കോപ്പി പേസ്റ്റ് 6443. ഓക്കെ, പിങ് പോകുന്നുണ്ടോ നോക്കാം. പിങ് പോകുന്നില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഓപ്പൺ ആക്കിയിട്ടില്ല, സെർവറിന് ജോയിൻ ചെയ്യാനുള്ള 6443 എന്ന് പറയുന്ന പോർട്ട് നമ്മൾ സെക്യൂരിറ്റിയുടെ നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല അല്ലേ. അപ്പം അതുകൊണ്ട് കണക്ഷൻ അവിടെ പോർട്ട് എക്സ്പോസ് ചെയ്യാത്തതുകൊണ്ട് ആ കണക്ഷൻ അവിടെ പോസിബിൾ അല്ല. ഇൻബൗണ്ട് റൂൾസിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, നമ്മളത് ഇതുവരെ എനേബിൾ ചെയ്തിട്ടില്ല. 6443 അല്ലേ, കസ്റ്റം നമുക്ക് ഓൾ ഓവർ ദി ഇൻ്റർനെറ്റ് കൊടുക്കുന്നുണ്ട്. സേവ് റൂൾസ്. ഇനി എന്ത് കിട്ടും, അതിന് പിങ് കിട്ടേണ്ടതാണ്. കണ്ടോ, ഇപ്പോൾ കണക്റ്റ് എസ്കേപ്പ്. ഓക്കെ, പിങ് വരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു കമാൻഡ് ഓക്കെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. CRI യുണീക്സ് പ്രോപ്പർ TLS കണ്ടോ,
റൺ kubectl get nodes on the control plane to see the node join the cluster. നമ്മളോട് എന്താ പറയുന്നത്? അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ വർക്കർ നോഡ് ഇപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ മാസ്റ്റർ നോഡുമായിട്ട് ജോയിൻ ചെയ്തു. കണ്ടോ അതിൻ്റെ ലോഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു വെർബോസിറ്റി കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ലോഗ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ടെർമിനലിൽ കാണാൻ കഴിയുന്നത്. നമുക്കിനി എന്ത് ചെയ്യണം, നമ്മളുടെ മാസ്റ്റർ നോഡിൽ പോയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മാസ്റ്റർ നോഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. kubectl നമ്മൾ കൈൻഡ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ Minikube ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മൾ അതിൽ എത്ര വർക്കർ നോഡ് ഉണ്ട്, എത്ര മാസ്റ്റർ നോഡ് ഉണ്ട്, അല്ലാണ്ട് നമ്മുടെ ക്ലസ്റ്ററുമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് kubectl കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. സെയിം വേ ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, kubectl get nodes, എത്ര നോഡ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ 2 നോഡ്. നമുക്കറിയാം നമ്മുടെ 2 സെർവറാണ് നമ്മുടെ ക്ലസ്റ്ററിലുള്ളത്. ഇത് നമ്മൾ Kubeadm ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു മാസ്റ്റർ നോഡും ഒരു വർക്കർ നോഡാണ്. സെയിം നോഡ്സ് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. കണ്ടോ കൺട്രോൾ പ്ലെയിന് ഇതെന്താണ് നമ്മുടെ വർക്കർ നോഡാണ്. ഓക്കെ, kubectl get pods, ആസ് ഓഫ് നൗ പോഡ്സ് ഒന്നുമില്ല. അതുപോലെ kubectl get ns അല്ലാതെ നെയിം സ്പേസസ്. കണ്ടോ ഇതിൽ ഒരുപാട് നെയിം സ്പേസസ് ഉണ്ട്. ഡിഫോൾട്ട്, ക്യൂബ് നോഡ് ലീസ്, ക്യൂബ് പബ്ലിക്, ക്യൂബ് സിസ്റ്റം, ഒരുപാട് നെയിം സ്പേസസ് ഉണ്ട്. നെയിം സ്പേസും കാര്യങ്ങളോട്ടൊക്കെ നമുക്ക് വരാം. ഞാൻ ജസ്റ്റ് കുറച്ച് കമാൻഡുകൾ കാണിച്ചു തന്നുള്ളൂ. അതുപോലെ kubectl get all ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സർവീസ് അല്ലാണ്ടെങ്കിൽ Kubernetes ഏത് സർവീസാണ്, ക്ലസ്റ്റർ IP ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. Kubernetes get nodes. ഓക്കെ, സോറി, Kubernetes get nodes അല്ല, kubectl get nodes. വീണ്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. kubectl get nodes. കണ്ടോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് നമ്മളുടെ Kubeadm രീതിയിൽ വരുന്ന ഒരു ക്ലസ്റ്ററാണ് സെറ്റപ്പ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് ഫസ്റ്റ് ടൈം നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് അല്ലാണ്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ റെപ്പോസിറ്ററിയിൽ വരിക, ജസ്റ്റ് ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും എന്ത് ചെയ്യുക, ഒരു തവണ കൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി വരും. അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മേ ബി ഒരുപാട് ഇഷ്യൂസ് വരാം, എന്തെങ്കിലും എററുകൾ വരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എററും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമ്മുടെ പോർട്ടൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ, എനേബിൾ ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ കോമ്പോണൻറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു. അതുപോലെ തന്നെ ക്യൂബിലെറ്റ്, Kubeadm, API സർവർ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്തു. അതിന് വേണ്ട നെറ്റ്വർക്ക് കാര്യങ്ങൾ, ജോയിൻ കമാൻഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു നല്ല രീതിയിലാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അതിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ നെറ്റ്വർക്കും ജോയിനിങ്ങും പോർട്ടും കാര്യങ്ങളൊക്കെ എന്തിനാന്നൊക്കെ നമ്മൾ മാനുവലി ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ക്യൂബിലെറ്റ് എവിടെ, ക്യൂബ് പ്രോക്സി എവിടെ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, kubectl get ns നെയിം സ്പേസസിൻ്റെ ഷോർട്ടാണ് ns എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്യൂബ് സിസ്റ്റം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, kubectl get pods. ഓക്കെ, പോഡ്സ് ആസ് ഓഫ് നോ ഡിഫോൾട്ട് നെയിം സ്പേസിലാണ് നമ്മൾ ഉണ്ടായിരിക്കുക. ഡിഫോൾട്ട് നെയിം സ്പേസിൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ അപ്ലിക്കേഷൻസ് ഒന്നും ഡിപ്ലോയ് ചെയ്യാത്തതുകൊണ്ട് അവിടെ പോഡ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ പോഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് Kubernetes ആർക്കിടെക്ചറിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് പോഡ്സ്. അപ്പോൾ നമ്മുടെ ഒരു കണ്ടെയ്നർ ഉണ്ടായിരിക്കുക പോഡ്സിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടെയ്നറൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് പോഡ്സ് ലിസ്റ്റ് ചെയ്തിട്ടാണ്. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്നും ഡിപ്ലോയ് ചെയ്യാത്തതുകൊണ്ട് നോ റിസോഴ്സ് ഫൗണ്ട് ഇൻ ഡിഫോൾട്ട് നെയിം സ്പേസ്. നമ്മുടെ നെയിം സ്പേസിൽ ഇപ്പോൾ പോഡ്സ് കാര്യങ്ങളൊന്നുമില്ല. ബട്ട് പോഡ്സ് എവിടെ ഉണ്ടായിരിക്കും, ഗെറ്റ് പോഡ്സ് -n ക്യൂബ് സിസ്റ്റം. ഓക്കെ, ക്യൂബ് സിസ്റ്റത്തിൽ കണ്ടോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് നെയിം സ്പേസിലെ പോഡ്സ് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു -n വരുന്ന ഈ ഒരു ഫ്ലാഗ് യൂസ് ചെയ്യുക. നെയിം സ്പേസിൻ്റെ പേര് കൊടുക്കണ്ടോ, ഇതൊരു നെയിം സ്പേസ് ആണ്. അതിൻ്റെ പേര് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, അവിടെയുള്ള ഒരുപാട് പോഡ്സുകൾ ലിസ്റ്റ് ചെയ്ത് കണ്ടോ. നമ്മൾ കാലിക്കോ നമ്മുടെ നെറ്റ്വർക്ക്
പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ ഇവിടെയാണ്. നമ്മുടെ ക്യൂബ് സിസ്റ്റം എന്ന് പറയുന്ന ക്യൂബർനെറ്റ്സിൻ്റെ നെയിം സ്പേസിലാണ്. അവിടെ കണ്ടോ ETCD ഉണ്ട്, API സെർവർ ഉണ്ട്, കൺട്രോളർ മാനേജർ ഉണ്ട്, ക്യൂബ് പ്രോക്സി ഉണ്ട്, ക്യൂബ് ഷെഡ്യൂളർ ഉണ്ട്. കണ്ടോ ഇവരെല്ലാവരും ഉള്ളത് ഇവിടെയാണ്, ക്യൂബ് സിസ്റ്റം എന്ന് പറയുന്ന നെയിം സ്പേസിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളാണ് എന്ത് ചെയ്തത്, മാനുവലി ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളും അതിൻ്റെ നെറ്റ്വർക്കിങ്ങും ഒക്കെ നമ്മളാണ് എന്ത് ചെയ്തത്, പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്യുക, ഉള്ള ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, കൈൻഡ് ക്ലസ്റ്ററും മിനിക്യൂബ് ക്ലസ്റ്ററും അത് കഴിഞ്ഞിട്ട് ക്യൂബേഡിയം ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്പിന്നപ്പ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും പോഡും ഡിപ്ലോയ്മെൻറ്റും സർവീസും ഒക്കെ ആയിട്ട് പുതിയ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.